ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. കാർത്തികയും അതുപോലെ ദിലീപും കൂടിയിട്ട് വന്നിരിക്കുകയാണ് വിരുന്നിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അമ്മയ്ക്ക് അരികിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതേ സമയത്താണെങ്കിൽ വേലുവിന്റെയും അമലുവിന്റെയും വിവാഹം നല്ല ഭംഗിയായി തന്നെ കല്യാണിയും കിരണും നടത്തി കൊടുത്തിരിക്കുകയാണ്. എന്തായാലും അമലുവിന്റെ അമ്മയും കൂടി അവിടേക്ക് എത്തുകയാണ്. അമ്മ അവരോടൊക്കെ നന്ദി പറയുന്നുണ്ട്. ഒരു 1.5 പവൻ പോലും വാങ്ങിക്കാൻ ഈ സ്വർണത്തിന്റെ വിലയിൽ സാധിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ മോൾക്ക് എന്തോരം സ്വർണമാണ് സാറേ നിങ്ങൾ കൊടുത്തത്. എന്തായാലും അതിനൊക്കെ ഒരുപാട് വലിയൊരു ഉപകാരം തന്നെയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ അമ്മ അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും മോളുടെ അച്ഛൻ ഇതൊക്കെ കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്നും കൂടി ആ അമ്മ കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അവരെന്തായാലും കാട്ടിലോട്ട് പോവാൻ നിൽക്കുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കിരൺ വേലുവിനോട് പറയുന്നുണ്ട്, അതെ, നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അവിടുത്തെ ചടങ്ങ് പ്രകാരമുള്ള കല്യാണം നടത്താൻ വേണ്ടിയിട്ടുള്ള തീയതിയൊക്കെ നോക്കണം. എന്നിട്ട് നീ ഞങ്ങളെ അത് അറിയിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ അത് നടക്കുന്നതിന് 2 ദിവസം മുന്നേ തന്നെ ആ കാട്ടിലോട്ട് ഞങ്ങൾ എത്തും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്കും അതൊരു എൻജോയ്മെന്റ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു കാട്ടിലോട്ട് പോകാൻ വേണ്ടി എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. വേലുവിന്റെയും അമലുവിന്റെയും കാട്ടിലെ ആചാരപ്രകാരം നടക്കാൻ പോകുന്ന കല്യാണത്തിന് കൂടാനും അവിടെ കാട്ടിൽ അങ്ങനെ അടിച്ചു പൊളിച്ച് അവിടെ നടക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ദിലീപും അതുപോലെ തന്നെ കാർത്തികയും അടക്കം ഹണിമൂൺ അവിടെ നിന്ന് തുടങ്ങാമെന്നൊക്കെയാണ് കല്യാണി കാർത്തികയോട് പറയുന്നത്. അങ്ങനെ അവരവിടെ നിന്നും ഇറങ്ങുകയാണ്. വേലുവും അമലുവും കൂടിയിട്ട്. എന്തായാലും അമല് ചുരിദാറൊക്കെ ഇട്ട് നല്ല സുന്ദരിയായി മാലയ്ക്ക് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അങ്ങനെ അവർ പോകാൻ നിൽക്കുന്ന സമയത്ത് വേലു പറയുന്നുണ്ട്, സാറേ, ഇവിടെ വന്നപ്പോൾ കാട്ടിൽ നിന്ന് പോരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിങ്ങളൊക്കെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ സത്യത്തിൽ ഇവിടെ നിന്നും പോകാൻ പറ്റുന്നില്ല. ഇവിടുത്തെ നിമിഷങ്ങൾ തന്നെയാണ് എപ്പോഴും മനസ്സിൽ അങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അമലും പറയാണ്, അത് ശരിയാണ് ചേച്ചി, ഇവിടെ നിന്നും പോകാനേ തോന്നുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം പറയുന്നുണ്ട് നമ്മുടെ വേലു, അതെ, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സാറേ ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്നെ ഒരു വാക്ക് അറിയിച്ചാൽ മതി, വിളിച്ചറിയിച്ചാൽ ഞാൻ പാഞ്ഞെത്തിക്കോളാം ഇവിടേക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് അമലവും വേലുവും അവിടെ നിന്നും പോവുകയാണ്. കൂടെ അമലുവിൻ്റെ അമ്മയും പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കാർത്തിക അവള് അമ്മൂമ്മയുടെ, അതായത് ആ വൃദ്ധസദനത്തിലേക്ക് അവർ ക്ഷണിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ കാർത്തികയെയും ദിലീപിനെയും അവർക്ക് അവിടെ ഒരു സദ്യ അവരെല്ലാവരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് കല്യാണിയോട് കാർത്തിക പറയുകയാണ്, കല്യാണി, ഞങ്ങൾ എന്തായാലും അമ്മൂമ്മയുടെ അരികിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി അവിടെ സദ്യയൊക്കെ അമ്മൂമ്മ ഒരുക്കിയിട്ടുണ്ട്, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങനെ അവിടെ നിന്നും അവരും അങ്ങനെ ഇറങ്ങുകയാണ്. മെല്ലെ ഈ പറയുന്ന രതീഷും കാദംബരി അവരുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ കിരണും കല്യാണിയും അവരുടെ വീട്ടിലേക്കും പോകും. ഈ പറയുന്ന ലക്ഷ്മി അമ്മ ഇനി എന്തായാലും വിരുന്നൊക്കെ കഴിഞ്ഞെത്തുന്ന ലക്ഷ്മി അമ്മ എന്തായാലും അവരെ കൂടെ തന്നെ പോകും. അപ്പോൾ ലക്ഷ്മി അമ്മയും ദിലീപിന്റെ അമ്മയും കൂടി ഒന്നിച്ച് അണിഞ്ഞ് താമസിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ അതിനുശേഷമാണ് കാണിക്കുന്നത് നമ്മുടെ ഇവളെയാണ്, സ്റ്റെഫിയെയാണ്. അപ്പോൾ സ്റ്റെഫി ജയിലിൻ്റെ അകത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, കൂടെയുള്ള ആ തടവുകാരിയോട് പറയാണ്, വാർഡൻ ഇപ്പോൾ ഇങ്ങോട്ട് വരും, എന്നെ ഈ സെല്ലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകും. എന്തായാലും എൻ്റെ ഇത് കഴിഞ്ഞു, ഞാൻ ഇനി എന്തായാലും പുറത്തിറങ്ങാൻ പോവാണ്. പരോള മറ്റവൾക്ക് കിട്ടിയിട്ടുണ്ടാകുമ്പോൾ അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഉദ്ദേശത്തിലാണ്. എന്തായാലും അവൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ നേരെ പോകുന്നത് ഗംഗയുടെ കൂട്ടുകാരന്മാരുടെ അരികിലേക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ ഗംഗ എന്ത് എന്ന് അവരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നും മറുപടി പറയാനില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുകയാണ്. കാർത്തികയുടെ വിവാഹം കഴിഞ്ഞതും ഈ പറയുന്ന നമ്മുടെ സ്റ്റെഫി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എന്താ സംഭവിച്ചത്, അപ്പോൾ കാർത്തികയുടെ വിവാഹം കഴിഞ്ഞത് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂട്ടുകാരന്മാര് സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ്. അന്ന് കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലേക്ക് പോയ ഗംഗയെ പിന്നീട് കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ കാണാതിരിക്കണമെങ്കിൽ
ഗംഗയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഗംഗ തിരിച്ചെത്തിയേനെ എന്ന് സ്റ്റെഫി ഉറപ്പിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം തന്നെയായിരിക്കും ഈ പറയുന്ന സ്റ്റെഫി ഗംഗയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ കിരണിന്റെയും കല്യാണിയുടെയും വീട്ടിലേക്ക് പോലീസ് ഒരു അന്വേഷണത്തിന് എത്തുകയും ചെയ്യുന്നത്. എന്തായാലും കല്യാണിക്ക് കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവർ അറിയില്ല എന്ന് പറയുന്നുണ്ട്. കിരണിന്റെ മുഖത്ത് ചെറിയൊരു പേടിയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ പോലീസ് അവരെ ചോദ്യമൊക്കെ ചെയ്ത് അവിടെ നിന്നും തിരികെ പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന നമ്മുടെ സരയു രാഹുലിനെ കാണാൻ ചെല്ലുന്നുണ്ട്. രാഹുലിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്തായാലും കിരണിന്റെ മനസ്സിലേക്ക് ഞാൻ ഇടം പിടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കല്യാണിയെ പറ്റുമെങ്കിൽ തീർക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം രാഹുലിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും രാഹുൽ തിരികെ ജയിലിലേക്ക് പോകുന്ന സമയത്തും വിക്രത്തിനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇവൻ കേൾക്കാനിട വരികയാണ്. മനോഹർ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഗംഗയെ കാണാനില്ല എന്ന കാര്യം കൂടിയും അവരവിടെ പാട്ടാവുകയും ചെയ്യുകയാണ് ആ ഒരു ന്യൂസ്. അപ്പോൾ നമ്മുടെ മനോഹർ അങ്ങനെ ആ ഒരു കാര്യം മനസ്സിൽ അങ്ങനെ തെളിയുകയാണ്. എന്തായാലും ഈ പറയുന്ന ഗംഗയെ തലക്കടിച്ചു കൊന്നത് മനോഹർ തന്നെയാണ്. പരോൾ കഴിഞ്ഞ് ജയിലിലേക്ക് തിരികെ പോകുന്നതിന് മുമ്പാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഗംഗയെ പേടിക്കാനില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ സ്റ്റെഫി പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റെഫി ഗംഗയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ ഈ പറയുന്ന കാർത്തികയെയും അമ്മയെയും തീർക്കുക എന്നൊരു ലക്ഷ്യത്തോട് ഇനി എന്തായാലും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് അവൾക്ക് അറിയാവുന്ന ഗുണ്ടകളെ കൂട്ടുപിടിക്കുകയും അതുപോലെ തന്നെ പല രീതിയിലും അവരെ അപകടപ്പെടുത്താനും സാധ്യതയൊക്കെ വളരെയേറെയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ നല്ല സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റെഫി പുറത്തിറങ്ങിയിട്ടുള്ള കാര്യം രതീഷും അതുപോലെ തന്നെ നമ്മുടെ കിരണൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ ഓഫീസിലോട്ട് പോകുന്ന ഡെയിലി അങ്ങനെ പോവുകയാണ്. എന്തായാലും സരയു ഓഫീസിലെത്തുന്ന കിരണിനോട് മുട്ടിയിരുമ്മി സംസാരിക്കുകയും അതുപോലെ തന്നെ അവനോട് പ്രണയത്തിലുള്ള ആ ഒരു നോട്ടവും അവനോടുള്ള സംസാരവും ഒക്കെ ആദ്യം കിരൺ അത് മനസ്സിലാകുന്നില്ലെങ്കിലും പിന്നീട് കിരണ് അവളുടെ നോട്ടത്തിലും അവളുടെ പെരുമാറ്റത്തിലുമുള്ള മാറ്റം മനസ്സിലാക്കിയിട്ട് ഒരകൽച്ച കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ താരയുടെ മനസ്സിൽ ഭയങ്കര വിങ്ങി പൊട്ടുകയാണ്. ഇങ്ങനെ ഒരു കാര്യം ഉള്ളിൽ ഒതുക്കുന്നത് കൊണ്ട് അതാരെങ്കിലോടും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നാണ് സരയു കൊടുത്തിട്ടുള്ള മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അവൾ പേടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അവളുടെ പേടിക്ക് അവൾ ഒതുങ്ങി നിൽക്കാതെ അവൾ ആരെങ്കിലോടുമായൊരു സത്യം തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കേൾക്കുന്ന വലിയൊരു വിഷപ്പാമ്പിനെയാണ് കൂടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അതിനുശേഷം ഒരു കാര്യവും നമ്മുടെ സരയു വിചാരിച്ച പോലെ ഒരു കാര്യവും തന്നെ നടക്കുന്നില്ല. സരയിന് ഒരു പക്ഷെ ഇങ്ങനെ ഒരു മനസ്സിൽ ഒരു ദുഷിച്ച ചിന്തവുമായി നടക്കുന്ന സരയുനെ നമ്മുടെ രൂപയായാലും അതുപോലെ ചന്ദ്രസേനായാലും ആ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.